ഹലോ ഫ്രണ്ട്സ്, ഐ+ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓവർസിയർ എക്സാംസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള GT എന്നുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the ratio of volume of voids to the total volume of the given soil mass is known as options porosity, void ratio, specific gravity, water content. അപ്പം ഇങ്ങനെ കുറേ ഇക്വേഷൻസ് നമുക്കുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൽ ഇങ്ങനെ കുറേ ഇക്വേഷൻസ് നമുക്കുണ്ട്. ആ ഇക്വേഷൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റേഷ്യോ ഓഫ് വോളിയം ഓഫ് വോയിഡ്സ് ടു ടോട്ടൽ വോളിയം ഓഫ് ഗിവൺ സോയിൽ മാസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, വോളിയം ഓഫ് വോയിഡ്സ് ടു ടോട്ടൽ വോളിയം ഓഫ് ഗിവൺ സോയിൽ മാസ്, അതിനെ പറയുന്ന പേരാണ് എന്ത്? പോറോസിറ്റി. അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം, ഓരോന്നിൻ്റെയും നൊട്ടേഷൻസും നോക്കണം. പോറോസിറ്റിയെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് N എന്നാണ്, വോയിഡ് റേഷ്യോ E, അതുപോലെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് G ആണ്, വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത് W ആണ്. അപ്പം ഈ നൊട്ടേഷൻസ് നോട്ട് ചെയ്യുന്നത് നമുക്ക് ഇക്വേഷൻസിന് വേണ്ടിയിട്ടാണ്. അതുപോലെ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുമ്പം നമുക്ക് ഈ നൊട്ടേഷൻസ് അറിയാമെങ്കിലേ കറക്റ്റ് വാല്യൂസ് എടുത്തിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞു എന്താണ് പോറോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? വോളിയം ഓഫ് വോയിഡ്സ് ടു ടോട്ടൽ വോളിയം ആണ്. വോളിയം ഓഫ് വോയിഡ്സ് ടു ടോട്ടൽ വോളിയം ആണ്. വി എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം ഓഫ് വോയിഡ്സ് ആണ്. വി എന്ന് പറയുന്നത് ടോട്ടൽ വോളിയം ആണ്. അടുത്തത് എന്താണ്? വോയിഡ് റേഷ്യോ. വോയിഡ് റേഷ്യോ എന്താണ്? വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് വോളിയം ഓഫ് വോയിഡ്സ് ടു വോളിയം ഓഫ് സോൾസ്. വോളിയം ഓഫ് സോൾസിനകത്ത് എത്ര വോളിയം ഓഫ് വോയിഡ്സ് ഉണ്ടെന്നുള്ളതാണ് വോയിഡ് റേഷ്യോ E. അടുത്തത് സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി G എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാമ W ബൈ ഗാമ എസ് ബൈ ഗാമ W ആണ്. ഗാമ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് വെയിറ്റ് ഓഫ് ദ സോയിൽ സോളിഡ്സ് ബൈ യൂണിറ്റ് വെയിറ്റ് ഓഫ് ദ വാട്ടർ ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അടുത്തത് വാട്ടർ കണ്ടന്റ്. വാട്ടർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് ദ സോയിൽ സോൾസ്. സോയിൽ സോൾസിനകത്ത് എത്രത്തോളം വെയിറ്റ് ഓഫ് വാട്ടർ ഉണ്ട് അതിൻ്റെ റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത്? വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇത്രയാണ് എന്താണ് ഇക്വേഷൻസ്. ഇതുപോലെ കുറേ ഇക്വേഷൻസ് ഉണ്ട്, അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, അതെല്ലാം നോട്ട് ചെയ്ത് പഠിക്കണം. അപ്പോൾ ഇവിടെ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പോറോസിറ്റി ആയിരുന്നു. പോറോസിറ്റി എന്ന് പറയുന്നത് വോളിയം ഓഫ് വോയിഡ്സ് ബൈ ടോട്ടൽ വോളിയം ആണ്. പിന്നെ നമുക്കൊരു ഇക്വേഷനും കൂടെ ഉണ്ട്. ഈ പോറോസിറ്റിയും വോയിഡ് റേഷ്യോയും കണക്ട് ചെയ്തിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്താണ്? N എന്ന് പറയുന്നത്, N എന്ന് പറഞ്ഞാൽ എന്താണ്? പോറോസിറ്റി. N ഈസ് ഈക്വൽ ടു E ബൈ 1 പ്ലസ് E ആണ്. അതുപോലെ എന്താണ്? വോയിഡ് റേഷ്യോ E എന്ന് പറയുന്നത് N ബൈ 1 മൈനസ് N. ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. അത് പോറോസിറ്റിയും വോയിഡ് റേഷ്യോ നമ്മളെ റിലേഷൻ ആണ്. പ്രോബ്ലമായിട്ട് ചോദിക്കാം, അല്ലാതെ ഈ റിലേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടും ക്വസ്റ്റ്യനിൽ ചോദിക്കാം. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, which of the following is one of the method of specific gravity determination of solid particles? അപ്പം ഈ കൊടുത്തേക്കുന്നതിനകത്ത് സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ, സോളിഡ് പാർട്ടിക്കിൾസിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ്? ഓപ്ഷൻ ഓവൻ ഡ്രൈയിങ് മെത്തേഡ്, ആൽക്കഹോൾ മെത്തേഡ്, ഷ്രിങ്കേജ് ലിമിറ്റ് മെത്തേഡ്, കാൽഷ്യം കാർബൈഡ് മെത്തേഡ്. അപ്പം നമുക്ക് വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാനും സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനൊക്കെ കുറേ മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻസിനകത്ത് സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഷ്രിങ്കേജ് ലിമിറ്റ് മെത്തേഡാണ്. ഷ്രിങ്കേജ് ലിമിറ്റ് മെത്തേഡ് മാത്രമല്ല, വേറെയും മെത്തേഡുണ്ട്. ഗ്യാസ് ജാർ മെത്തേഡ്, പൈക്കനോമീറ്റർ മെത്തേഡ്, അതുപോലെ എന്താണ് മെഷറിംഗ് ഫ്ലാസ്ക് മെത്തേഡ്. ഇതെല്ലാം നമ്മൾ എന്തിനാണ്? സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മറ്റു കുറച്ച് മെത്തേഡ്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഏതാണ്? ഷ്രിങ്കേജ് ലിമിറ്റ് മെത്തേഡാണ്. ഇനി ബാക്കി ഓപ്ഷൻസ് നോക്കാം. ഓവൻ ഡ്രൈയിങ് മെത്തേഡ്, ആൽക്കഹോൾ മെത്തേഡ്, കാൽഷ്യം കാർബൈഡ് മെത്തേഡ്. അപ്പോൾ ഇതൊക്കെ ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ഇതെല്ലാം വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആണ്. ഓവൻ ഡ്രൈയിങ് മെത്തേഡും ആൽക്കഹോൾ മെത്തേഡും കാൽഷ്യം കാർബൈഡ് മെത്തേഡും. ഓക്കെ, ഇതെല്ലാം എന്തിനു ഉപയോഗിക്കുന്നതാണ്? വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആണ് ഈ മൂന്ന് മെത്തേഡ്സ്. ഇതിനകത്ത് വാട്ടർ കണ്ടന്റ് ഡിറ്റർമിനേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിനകത്ത് ഓവൻ ഡ്രൈയിങ് മെത്തേഡ്, ഇതൊക്കെ കുറേ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓവൻ ഡ്രൈയിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. ഏതെന്ന് പറയുന്നത്? ഓവൻ ഡ്രൈയിങ് മെത്തേഡ് എന്ന് പറയുന്നത് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഓപ്ഷൻസിനെ കണക്ട് ചെയ്ത് നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടെ പഠിക്കാൻ ശ്രമിക്കണം. രണ്ടാമത്തത് കാൽഷ്യം കാർബൈഡ് മെത്തേഡ്. കാൽഷ്യം കാർബൈഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഏറ്റവും ക്വിക്കസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. ഓക്കെ, വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും ക്വിക്കസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഏതാണ്? കാൽഷ്യം കാർബൈഡ് മെത്തേഡാണ്.
ഓക്കെ, ഇത്രയാണ് വരുന്നത്. ഈ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ഷ്രിങ്കേജ് ലിമിറ്റ് മെത്തേഡ്, സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനായിട്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദിസ് ഈസ് ആൻ ഇൻഡെക്സ് പ്രോപ്പർട്ടി ഓഫ് സോയിൽ? സോയിലിൻ്റെ ഇൻഡെക്സ് പ്രോപ്പർട്ടി ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് കംപ്രസിബിലിറ്റി, പെർമിയബിലിറ്റി, റിലേറ്റീവ് ഡെൻസിറ്റി, ഷിയർ സ്ട്രെങ്ത്. അപ്പം നമുക്ക് സോയിലിന് രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇൻഡെക്സ് പ്രോപ്പർട്ടി ഉണ്ട്, എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഏതാണ്? എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സോയിലിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇൻഡെക്സ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്നതിൽ ഇൻഡെക്സ് പ്രോപ്പർട്ടി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഇൻഡെക്സ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഏതാണ്? റിലേറ്റീവ് ഡെൻസിറ്റി ആണ്. ഇൻഡെക്സ് പ്രോപ്പർട്ടി റിലേറ്റീവ് ഡെൻസിറ്റി ഉണ്ട്, അതുപോലെ അറ്റർബർഗ് ലിമിറ്റ് ഉണ്ട്, പിന്നെ പാർട്ടിക്കിൾ സൈസ്, ഇതെല്ലാം ഇൻഡെക്സ് പ്രോപ്പർട്ടിക്കകത്ത് വരുന്നതാണ്. ബാക്കി കംപ്രസിബിലിറ്റി, പെർമിയബിലിറ്റി, ഷിയർ സ്ട്രെങ്ത്, ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്, എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടിക്കകത്ത് വരുന്നതാണ്. അപ്പം റിലേറ്റീവ് ഡെൻസിറ്റി അല്ലാതെ വേറെ ഏതൊക്കെയാണുള്ളത്? അറ്റർബർഗ് ലിമിറ്റ് ഉണ്ട്, അറ്റർബർഗ് ലിമിറ്റും ഉണ്ട്, പിന്നെന്താണ് പാർട്ടിക്കിൾ സൈസ്. ഓക്കെ, പാർട്ടിക്കിൾ സൈസ്, ഇതെല്ലാം ഏതാണ്? നമ്മുടെ എന്താ ഇൻഡെക്സ് പ്രോപ്പർട്ടിക്കകത്ത് വരുന്നതാണ്. ഇതെല്ലാം ഈ കംപ്രസിബിലിറ്റി, അതുപോലെ പെർമിയബിലിറ്റി, ഷിയർ സ്ട്രെങ്ത്, ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടി. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ട് പ്രോപ്പർട്ടീസും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും എക്സാമ്പിൾസ് മനസ്സിലാക്കി വെച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഓപ്ഷൻസിൽ നിന്ന് എന്താണ് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫോർത്ത് ക്വസ്റ്റ്യൻ. Which of the following compaction method is most effective for compacting cohesive soil in layers on a construction site? Option: sheep's foot roller, vibratory plate compactor, pneumatic tire roller, smooth wheel roller. അപ്പോൾ കോമ്പാക്ഷനകത്ത് ഇതിൽ ഏത് മെത്തേഡാണ് നമ്മൾ കൺസ്ട്രക്ഷൻ സൈറ്റിൽ സോയിലിനെ കോമ്പാക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? എന്താണ് സോയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കുക. കൊഹസീവ് സോയിലാണ്. കൺസ്ട്രക്ഷൻ സൈഡിൽ കൊഹസീവ് സോയിലിനെ കോമ്പാക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഷീപ്പ് ഫുഡ് റോളർ ഉണ്ട്, വൈബ്രേറ്ററി പ്ലേറ്റ് കോമ്പാക്ടർ ഉണ്ട്, ന്യൂമാറ്റിക് ടയർ റോളർ ഉണ്ട്, സ്മൂത്ത് വീൽ റോളർ ഉണ്ട്. അപ്പോൾ ഇതിന് ഓരോന്നിനും ഓരോ ടൈപ്പ് ഓഫ് സോയിലിനാണ് നമ്മൾ ഈ ഓരോ മെത്തേഡ് ഓഫ് കോമ്പാക്ഷനും യൂസ് ചെയ്യുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്ന കൊഹസീവ് എന്താണ് സോയിലാണ് ചോദിച്ചിരിക്കുന്നത്. കൊഹസീവ് സോയിലിനെ കോമ്പാക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഷീപ്പ് ഫുഡ് റോളറാണ്. അതുപോലെ തന്നെ എന്താണ് വൈബ്രേറ്ററി പ്ലേറ്റ് കോമ്പാക്ടർ നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്രാനുലാർ ആയിട്ടുള്ള സോയിലിനകത്താണ്. ഗ്രാനുലാർ സോയിലിനകത്ത് അല്ലെങ്കിൽ എന്താണ് കോഴ്സ് ഗ്രെയിൻഡ് ആയിട്ടുള്ള സോയിലിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? കോഴ്സ് ഗ്രെയിൻഡ് ആയിട്ടുള്ള സോയിലിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് വൈബ്രേറ്ററി പ്ലേറ്റ് കോമ്പാക്ടർ ആണ്. ന്യൂമാറ്റിക് ടയർ റോളർ ആണെങ്കിൽ നമുക്ക് ഏതിനകത്താണ്? കൊഹസീവ് സോയിലിനകത്തും കൊഹഷൻലെസ് ആയിട്ടുള്ള സോയിൽ, അതായത് എല്ലാ ടൈപ്പ് ഓഫ് സോയിലിനകത്തും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ന്യൂമാറ്റിക് ടയർ റോളർ എന്ന് പറയുന്നത്. കൊഹസീവിനകത്തും ഉപയോഗിക്കാം, അതുപോലെ എന്താണ് കൊഹിഷൻലെസ് ആയിട്ടുള്ളതിനകത്തും ഉപയോഗിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സ്മൂത്ത് വീൽ റോളർ. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് സ്മൂത്ത് വീൽ റോളർ ആണ്. സ്മൂത്ത് വീൽ റോളർ നമുക്ക് ഏതിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ? കൊഹിഷൻലെസ് ആയിട്ടുള്ള സോയിൽ, അതായത് ഇപ്പം ഗ്രാനുലാർ പോലുള്ള കൊഹിഷൻലെസ് ആയിട്ടുള്ള സോയിലിനകത്തെ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും ഓരോന്നും നോക്കി വയ്ക്കുക. ഈ ഓപ്ഷൻസിനകത്ത് ഓരോന്നും ഇപ്പം ഈ പ്രാവശ്യം നമുക്ക് ഈ ക്വസ്റ്റിനകത്ത് നമുക്ക് ഷീപ്പ് ഫുഡ് റോളർ കൊഹസീവ് സോയിലിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏതാണെന്ന് ഷീപ്പ് ഫുഡ് റോളറാണ് ചോദിച്ചെങ്കിൽ ഇനിയിപ്പം ബോത്ത് കൊഹസീവ് ആസ് വെൽ ആസ് കൊഹിഷൻലെസ് സോയിലിന് ഉപയോഗിക്കുന്ന ഏതാണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? ന്യൂമാറ്റിക് റോളർ ആയിരിക്കും. സ്മൂത്ത് വീൽ റോളർ ഏതിനാണ് ഉപയോഗിക്കുന്നത്? കൊഹിഷൻലെസ് സോയിലിനാണ് ഉപയോഗിക്കുന്നത്. വൈബ്രേറ്ററി പ്ലേറ്റ് കോമ്പാക്ടർ എന്ന് പറഞ്ഞാൽ ഗ്രാനുലാർ അല്ലെങ്കിൽ കോഴ്സ് ഗ്രെയിൻഡ് സോയിലിനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. As per IS 2720 part 7, what is the free drop recommended for a 2.6 kg hammer used in the standard Proctor test? അപ്പോൾ നമ്മൾ കോമ്പാക്ഷൻ്റെ ലബോറട്ടറി ടെസ്റ്റിൽ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റിനകത്ത് ഒരു സ്പെസിഫിക്കേഷൻ തന്നിട്ടുണ്ട്. ഇതിനകത്ത് 2.6 കിലോഗ്രാം ഹാമറിൻ്റെ ഫ്രീ ഡ്രോപ്പ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്താണ്? 50 mm, 127.3 mm, 150 mm, 310 mm. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 310 mm ആണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തൊരു ടേബിൾ പഠിക്കണം. ആ ടേബിളിനകത്തു നിന്നാണ് ഈ സ്പെസിഫിക്കേഷൻസ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് ആ ടേബിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആണുള്ളത്. ലബോറട്ടറി കോമ്പാക്ഷൻ ടെസ്റ്റിനകത്ത് രണ്ടെണ്ണം ഉണ്ട്. ലൈറ്റ് കോമ്പാക്ഷൻ ടെസ്റ്റും ഉണ്ട്, ഹെവി കോമ്പാക്ഷൻ ടെസ്റ്റും ഉണ്ട്. ലൈറ്റ് കോമ്പാക്ഷൻ ടെസ്റ്റിന് പകരം എന്തെന്നും ചോദിക്കാം? സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റ് എന്നും ചോദിക്കാം. സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റ്. അതുപോലെ
എന്താണ് ഹെവി കോമ്പാക്ഷൻ ടെസ്റ്റിന് പകരം എന്തെന്നും ചോദിക്കാം, മോഡിഫൈഡ് പ്രോക്ടർ ടെസ്റ്റ് എന്നും ചോദിക്കാം. ഓക്കെ, ഈ അതർ നെയിംസ് കൂടെ നോക്കി വയ്ക്കാം. മോഡിഫൈഡ് പ്രോക്ടർ ടെസ്റ്റ്. ഇപ്പോൾ 2 ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആണുള്ളത്. സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റും ഉണ്ട്, മോഡിഫൈഡ് പ്രോക്ടർ ടെസ്റ്റും ഉണ്ട്. അതാണ് ലൈറ്റ് കോമ്പാക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റ് ആണ്. ഹെവി കോമ്പാക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് മോഡിഫൈഡ് പ്രോക്ടർ ടെസ്റ്റ് ആണ്. അപ്പോൾ അതിനകത്ത് ഓരോന്നിനകത്തും ഉള്ള വാല്യൂസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പം നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ, ഇതിൽ നിന്നാണ് ചോദിച്ചത്. അതായത് ഹൈറ്റ് ഓഫ് ഫ്രീ ഫോൾ ഓഫ് ഹാമർ ആണ് ചോദിച്ചത്. അതുപോലെ ഇപ്പം അത് ഏതിൻ്റെ ആണെന്ന് നോക്കുക, ലൈറ്റ് കോമ്പാക്ഷൻ ആണോ ഹെവി കോമ്പാക്ഷൻ ആണോ എന്നുള്ളതും നോക്കണം. ഇനി വേണമെങ്കിൽ നമ്മളോട് എന്താണ് ഹാമറിൻ്റെ വെയിറ്റ് ചോദിക്കാം, അല്ലെങ്കിൽ എത്ര ലെയേഴ്സ് ആയിട്ടാണ് നമ്മളിതിനെ കോമ്പാക്ട് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ ഈ വാല്യൂസ് നോക്കി വയ്ക്കണം. നമുക്ക് നോക്കാം. വോളിയം ഓഫ് മോൾഡ് എന്ന് പറയുന്നത് ലൈറ്റ് കോമ്പാക്ഷൻ ടെസ്റ്റ് ആണെങ്കിലും ഹെവി കോമ്പാക്ഷൻ ടെസ്റ്റ് ആണെങ്കിലും എത്രയായിരിക്കും, 1000 cm³ ആണ്. അടുത്ത നമ്പർ ഓഫ് ലെയേഴ്സ്. ലൈറ്റ് കോമ്പാക്ഷൻ ടെസ്റ്റിനകത്ത് നമ്മൾ 3 ലെയേഴ്സ് ആയിട്ടാണ് കോമ്പാക്ട് ചെയ്യുന്നത്. ഹെവി കോമ്പാക്ഷൻ ടെസ്റ്റിനകത്ത് 5 ലെയേഴ്സ് ആയിട്ടാണ് കോമ്പാക്ട് ചെയ്യുന്നത്. പക്ഷേ ലൈറ്റ് കോമ്പാക്ഷൻ ആണെങ്കിലും ഹെവി കോമ്പാക്ഷൻ ആണെങ്കിലും നമ്മൾ ഓരോ ലെയറിനും കൊടുക്കുന്ന നമ്പർ ഓഫ് ബ്ലോസ് എത്ര തന്നെയാണ്, 25 തന്നെയാണ്. പക്ഷേ എന്ത് വ്യത്യാസം, നമ്പർ ഓഫ് ലെയേഴ്സിന് വ്യത്യാസമുണ്ട്. ഇനി ലൈറ്റ് കോമ്പാക്ഷൻ ടെസ്റ്റിനകത്ത് ഹാമറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2.6 kg ആണ്. ഹൈറ്റ് ഓഫ് ഫ്രീ ഫോൾ ഓഫ് ഹാമർ എന്ന് പറയുന്നത് 310 mm ആണ്. ഹെവി കോമ്പാക്ഷൻ ടെസ്റ്റിനകത്ത് എങ്ങനെയാണ്, വെയിറ്റ് ഓഫ് ദ ഹാമർ 4.9 kg ആണ്. അപ്രോക്സിമേറ്റ്ലി ഒരു 5 kg വെയിറ്റ് ഓഫ് ഹാമർ വരുന്നുണ്ട്. ഫ്രീ ഫോളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 450 mm ആണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ടേബിൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഈ ടേബിളിൽ നിന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. നമ്മളോട് ചോദിച്ചത് ലൈറ്റ് കോമ്പാക്ഷൻ ടെസ്റ്റ് ആണ്. ലൈറ്റ് കോമ്പാക്ഷൻ ടെസ്റ്റിനകത്ത് 2.6 kg വെയിറ്റ് ഉള്ള ഹാമർ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന ഹൈറ്റ് ഓഫ് ഫ്രീ ഫോൾ ഓഫ് ദ ഹാമർ ആണ് ചോദിച്ചത്. എത്രയാണ്, 310 mm ആണ്. ഇനി ഹെവി കോമ്പാക്ഷൻ ടെസ്റ്റ് ആയിരുന്നെങ്കിൽ എത്രയായിരുന്നേനെ, 450 mm ആയിരുന്നേ. ഓക്കെ, next question. The law state that in laminar flow in a saturated soil, the velocity is directly proportional to the hydraulic gradient is called. Option Reynolds law, Blaise law, Darcy's law, Lacey's law. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ ആണ്. എന്താ ചോദിച്ചിരിക്കുന്നത്, പെർമിയബിലിറ്റിക്ക് അതൊന്നാണ്. പെർമിയബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ലോയ്ക്ക് അത് പറയുന്നുണ്ട്, സാച്ചുറേറ്റഡ് സോയിലിനകത്തുള്ള ലാമിനാർ ഫ്ലോ ആണ് എങ്കിൽ വെലോസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ്. ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്യുന്ന ലോ ഏതാണ്, ഡാഴ്സീസ് ലോയാണ്. അപ്പോൾ ഡാഴ്സീസ് ലോയ്ക്കകത്ത് നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കണം അല്ലേ. ഒരു 2 കണ്ടീഷൻസ് ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. ലാമിനാർ, ഡാഴ്സീസ് ലോയിൽ ഫ്ലോ എന്ന് പറയുന്നത് ലാമിനാർ ആയിരിക്കും, അതുപോലെ സാച്ചുറേറ്റഡ് സോയിലായിരിക്കും. അതുപോലെ നമുക്ക് സോയിലിനകത്ത് ഏതൊക്കെ സോയിലിനാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, ക്ലേയ്ക്കകത്ത്, അതുപോലെ സിൽറ്റിനകത്ത്, ഫൈൻ ആയിട്ടുള്ള സാൻഡ്, ഇതിനകത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡാഴ്സീസ് ലോ എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്, ലാമിനാർ ഫ്ലോ ആണ്. അതുപോലെ റെനോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കണം, 1 ആയിരിക്കണം. എന്താണ് ഡാഴ്സീസ് ലോ എന്ന് പറയുന്നത്, വെലോസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ആണ്. വെലോസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ആണ്. ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന കോൺസ്റ്റന്റ് എന്താണ്, K/I ആണ്. K എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റി ആണ്. K കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റി ആണ്. ഈ എടുക്കുന്ന ഈ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, അവിടുത്തെ ഡിസ്ചാർജ് വെലോസിറ്റി ആണ്. ഓക്കെ, ഈ കൊടുത്തേക്കുന്ന വെലോസിറ്റി എന്ന് പറയുന്നത്. പിന്നെ I എന്ന് പറയുന്നത് എന്താണ്, ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ആണ് I എന്ന് പറയുന്നത്. ഈ കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റിയുടെ യൂണിറ്റ് എന്തായിരിക്കും, മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ മില്ലിമീറ്റർ പെർ സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് യൂണിറ്റ് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡാഴ്സീസ് ലോയിൽ നോക്കി വയ്ക്കണം. കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ലാമിനാർ ഫ്ലോ ആയിരിക്കണം, സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സോയിലായിരിക്കണം, ക്ലേ, സിൽറ്റ്, ഫൈൻ സാൻഡ്, അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോ അപ്ലൈ ചെയ്യാൻ പറ്റും. റെനോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം. ഇക്വേഷൻ എന്താണ്, V പ്രൊപ്പോർഷണൽ ടു I ആണ്. ആ V എന്ന് പറയുന്നത് എന്താണ്, അവിടുത്തെ ഡിസ്ചാർജ് വെലോസിറ്റി ആണ്. പ്രൊപ്പോർഷണൽ ടു I എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ആണ്. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കോൺസ്റ്റന്റ് ആണ് K എന്ന് പറയുന്നത്. K എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റി ആണ്. അതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ മില്ലിമീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഈ ഡാഴ്സീസ് ലോയിൽ നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുക. 7th question. A rigid isolated footing is resting on clay. The contact pressure at the edges and center of the footing are respectively. Option maximum and minimum, minimum and maximum, 0 and maximum, maximum and 0. അപ്പോൾ ഇത് കുറേ പ്രാവശ്യം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് വരുന്ന ഒരു പോർഷനാണിത്. അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കുക.
ചോദിച്ചിരിക്കുന്നത് റിജിഡ് ആയിട്ടുള്ള ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ആണ്, അതുപോലെ ക്ലേ ആണ്. ഈ രണ്ട് കണ്ടീഷൻസ് മനസ്സിലാക്കുക. പിന്നെ ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് നോക്കുക, കോണ്ടാക്ട് പ്രഷർ ആണോ അല്ലെങ്കിൽ സെറ്റിൽമെൻ്റ് ആണോ എന്നുള്ളത് നോക്കുക. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കണ്ടീഷൻ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ക്ലേയുടെ ആണെങ്കിലും സാൻഡിൻ്റെ ആണെങ്കിലും ഏതെങ്കിലും ഒരു കണ്ടീഷൻ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പം നമുക്ക് നോക്കാം. ഇപ്പം റിജിഡ് ഫൂട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ റിജിഡിൻ്റെ കണ്ടീഷനും ഉണ്ട്, ഫ്ലെക്സിബിളിൻ്റെ കണ്ടീഷനും ഉണ്ട്. ഇപ്പോൾ റിജിഡ് ഫൂട്ടിംഗ് ആണെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ പ്രത്യേകത എന്ന് നോക്കുക. റിജിഡ് ഫൂട്ടിങ്ങിനകത്ത് സെറ്റിൽമെൻ്റ് എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും, യൂണിഫോം ആയിട്ടുള്ളൊരു സെറ്റിൽമെൻ്റ് ആയിരിക്കും. അവിടുത്തെ കോണ്ടാക്ട് പ്രഷറിനായിരിക്കും ചേഞ്ചസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? യൂണിഫോം ആയിട്ടുള്ള സെറ്റിൽമെൻ്റ് ആണ്, യൂണിഫോം സെറ്റിൽമെൻ്റ് ആണ്. റിജിഡ് ഫൂട്ടിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്, അവിടെ യൂണിഫോം ആയിട്ടുള്ള സെറ്റിൽമെൻ്റ് ആണ്. ഈ റിജിഡ് ഫൂട്ടിങ്ങിൽ തന്നെ നമുക്ക് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ക്ലേയുടെ കണ്ടീഷനും വരും, അതുപോലെ തന്നെ എന്താണ് സാൻഡിൻ്റെ കണ്ടീഷനും വരും. ഇപ്പോൾ ക്ലേയുടെ കണ്ടീഷനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ക്ലേയുടെ ആദ്യത്തെ അക്ഷരം എന്താണ്? സി ആണ്. അപ്പോൾ നമുക്ക് സെറ്റിൽമെൻറ്റ് യൂണിഫോം ആണല്ലോ, അപ്പോൾ പിന്നെ അത് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ക്ലേക്കകത്തും സാൻഡിനകത്തും ഇനി എന്താ നോക്കാനുള്ളത്? നമുക്ക് കോണ്ടാക്ട് പ്രഷറിൻ്റെ വേരിയേഷൻ ആണ് നോക്കാനുള്ളത്. ക്ലേയുടെ ആദ്യത്തെ ലെറ്റർ എന്ന് പറയുന്നത് സി ആണ്. അപ്പോൾ സി എന്ന് പറയുമ്പോൾ ക്രൈ എന്ന് ഓർക്കുക, അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്നു എന്ന് ഓർക്കുക. വിഷമിച്ചിരിക്കുന്ന സ്മൈൽ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതാണ് നമ്മുടെ ഫൂട്ടിംഗ് എന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ ഒരു ഫൂട്ടിങ്. അവിടെ നമ്മൾ ഈ സി ഓർക്കുക, സി വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും അതിൻ്റെ കോണ്ടാക്ട് പ്രഷറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. എങ്ങനെയാണ്? ഇതിൻ്റെ മാക്സിമം വരുന്നത് എഡ്ജസിലേക്കായിരിക്കും, അതായത് മിനിമം വാല്യൂ സെൻറ്ററിലേക്കായിരിക്കും. മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എവിടേക്കാണ് വരുന്നത്? എഡ്ജസിലേക്കാണ് വരുന്നത്. അപ്പം മാക്സിമം എവിടെയായിരിക്കും വരുന്നത്? കോണ്ടാക്ട് പ്രഷർ മാക്സിമം വരുന്നത് എഡ്ജസിലായിരിക്കും. മിനിമം എന്ന് പറയുന്നത് എവിടെയാണ്? സെൻറ്ററിലാണ് വരുന്നത്. ഇനി നമുക്ക് ഇത് ഏതിൻ്റെ കേസാണ്? സാൻഡിൻ്റെ കേസാണ്, ക്ലേയുടെ കേസാണ്, റിജിഡ് ഫൂട്ടിങ്ങിൻ്റെ കേസാണ്. ഇനി നമുക്ക് സാൻഡ് എടുക്കാം. സാൻഡ് എടുക്കുമ്പോഴത്തേക്കും സാൻഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ എസ് ആണ്. എസ് എന്ന് പറയുമ്പോൾ ഒരു സ്മൈൽ എന്ന് ഓർക്കുക. ഓക്കെ, സ്മൈൽ എന്ന് ഓർക്കുക. സ്മൈൽ ഇനി എങ്ങനെയായിരിക്കും? നമ്മളൊരു സ്മൈൽ വരച്ച് നോക്കുമ്പോഴത്തേക്കും സ്മൈൽ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും വരുന്നത്, അല്ലേ? അപ്പോൾ നമ്മളൊരു ഫൂട്ടിങ്ങും കൂടെ വരയ്ക്കുകയാണെങ്കിൽ അതിനകത്ത് സാൻഡിനകത്ത് റിജിഡ് ഫൂട്ടിങ്ങിൽ കോണ്ടാക്ട് പ്രഷറിൻ്റെ വേരിയേഷൻ എങ്ങനെയായിരിക്കും വരുന്നത്? മാക്സിമം വരുന്നത് എവിടെയായിരിക്കും? സെൻറ്ററിലായിരിക്കും. മിനിമം എന്ന് പറയുന്നത് എവിടേക്കായിരിക്കും? എഡ്ജസിലായിരിക്കും വരുന്നത്. അപ്പം മാക്സിമം വരുന്നത് സെൻറ്ററിലാണ്, മിനിമം എന്ന് പറയുന്നത് എഡ്ജസിലായിരിക്കും വരുന്നത്. ഓക്കെ, ഇത്രയും പഠിച്ചു വയ്ക്കുക. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടീഷൻ ആയിരിക്കും ഫ്ലെക്സിബിൾ ഫൂട്ടിങ് വരുമ്പോൾ. ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം, നിങ്ങൾ ഏതെങ്കിലും ഒരു കണ്ടീഷൻ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. റിജിഡ് ഫൂട്ടിങ്ങിൻ്റെ കണ്ടീഷൻ മൊത്തം പഠിച്ചു വയ്ക്കുക. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഫ്ലെക്സിബിൾ എന്ന് ഓർക്കുക. ഫ്ലെക്സിബിൾ ഫൂട്ടിങ് വരുമ്പോഴത്തേക്കും അവിടെ കോണ്ടാക്ട് പ്രഷർ ആയിരിക്കും യൂണിഫോം ആയിട്ട് നിൽക്കുന്നത്, സെറ്റിൽമെൻറ്റ് വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ക്ലേ എടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നത്? ക്ലേയുടെ സെറ്റിൽമെൻറ്റ് എങ്ങനെയായിരിക്കും വരുന്നത്? മിനിമം എഡ്ജസിലായിരിക്കും വരുന്നത്, മാക്സിമം സെൻറ്ററിലായിരിക്കും വരുന്നത്. സാൻഡിനകത്ത് എന്താണ് ഫ്ലെക്സിബിൾ ഫൂട്ടിങ്, അതിനകത്ത് സെറ്റിൽമെൻറ്റിൻ്റെ വേരിയേഷൻ മിനിമം സെൻറ്ററിലായിരിക്കും വരുന്നത്, മാക്സിമം എഡ്ജസിലായിരിക്കും വരുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടീഷനാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കണ്ടീഷൻ നോക്കി വയ്ക്കുക. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഏതായിരുന്നു? നമ്മളോട് ചോദിച്ചേക്കുന്നത് ഒരു എന്താണ് റിജിഡ് ആയിട്ടുള്ള ഫൂട്ടിംഗ് ആണ്, റിജിഡ് ആയിട്ടുള്ള ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ആണ്, അതുപോലെ ക്ലേ ആണ്, കോണ്ടാക്ട് പ്രഷർ ആണ് ചോദിച്ചേക്കുന്നത്. എഡ്ജസിലെയും സെൻറ്ററിലെയും. ആദ്യം എഡ്ജസിലാണ് ചോദിച്ചിരിക്കുന്നത്, പിന്നെ സെൻറ്ററിലെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്ലേ ആണല്ലോ, ക്ലേ ആകുമ്പോഴത്തേക്ക് എങ്ങനെയാണ് വരുന്നത്? ക്രൈ ആണ് വരുന്നതെന്ന് ഓർക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ക്രൈ ആണ് വരുന്നത്. അപ്പം കോണ്ടാക്ട് പ്രഷറിൻ്റെ വേരിയേഷൻ എങ്ങനെയാണ് വരുന്നത്? ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പം മാക്സിമം വാല്യൂ എവിടെയാണ് വരുന്നത്? മാക്സിമം എന്ന് പറയുന്നത് എഡ്ജസിലാണ് വരുന്നത്. മിനിമം എന്ന് പറയുന്നത് സെൻറ്ററിലാണ് വരുന്നത്. മിനിമം വാല്യൂ സെൻറ്ററിലായിരിക്കും വരുന്നത്, മാക്സിമം വാല്യൂ എഡ്ജസിലാണ്. അപ്പോൾ നമ്മളോട് ആദ്യം ഇപ്പോൾ സെൻറ്ററിലാണ് ചോദിച്ചിരിക്കുന്നത്, അതനുസരിച്ച് വേണം എഴുതാനായിട്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എഡ്ജസ് ആണ്. എഡ്ജസിൽ എന്തായിരിക്കും വരുന്നത്? മാക്സിമം ആയിരിക്കും വരുന്നത്. സെൻറ്ററിൽ എന്താണ്? മിനിമം ആയിരിക്കും വരുന്നത്. നോക്കാം. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. അപ്പോൾ കണ്ടീഷൻസ് നന്നായിട്ട് മനസ്സിലാക്കി ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. ഒരെണ്ണം നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which one of the following gives the correct decreasing order of the density of all sample? ഈ സാമ്പിളിനകത്ത് ഡെൻസിറ്റിയുടെ ഡിക്രീസിങ് ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഏറ്റവും വലിയ വാല്യൂ ആയിരിക്കണം ആദ്യം വരുന്നത്, അതിൽ നിന്ന് വാല്യൂസ് കുറഞ്ഞു വരണം. നമുക്ക് കുറേ ഡെൻസിറ്റീസ് ഉണ്ട് അല്ലേ?
ഏതൊക്കെയാണുള്ളത്? സോളിഡ്സിൻ്റെ എന്താണ് ഗാമ ഓഫ് സോളിഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഗാമ ഓഫ് സാച്ചുറേറ്റഡ് ഉണ്ട്, ഗാമ ഓഫ് ബൾക്ക് ഉണ്ട്, ഗാമ ഓഫ് ഡ്രൈ ഉണ്ട്, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഗാമ ഓഫ് സബ്മേർജ്ഡ് ഉണ്ട്. ഇത്രയും ഡെൻസിറ്റീസ് ആണ് നമുക്കുള്ളത്. ഇതിനകത്ത് ഈ വാല്യൂസ് കുറഞ്ഞു വരുന്ന അനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഡിക്രീസിങ് ഓർഡർ നമുക്കൊന്ന് എഴുതി നോക്കാം. ഗാമ ഓഫ് സോളിഡ്സ് ആണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്. പിന്നുള്ളത് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഓക്കെ, ഗാമ ഓഫ് സോൾസ് ആണ് ഏറ്റവും കൂടുതൽ, പിന്നെ ഗാമ സാച്ചുറേറ്റഡ് ആണ്, പിന്നെ ഗാമ ബൾക്ക്, പിന്നെ ഗാമ ഡ്രൈ, ഏറ്റവും കുറവ് ഗാമ സബ്മേർജ്ഡ് ആണ്. ഈ ഗാമ ബൾക്കിൻ്റെ വേറൊരു പേരാണ് എന്തെന്ന് പറയുന്നത്, ഗാമ ബൾക്കിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗാമ വെറ്റ് എന്നും പറഞ്ഞു കൊടുത്തേക്കുന്നത്. നമ്മൾ ഈ ഓപ്ഷനകത്ത് നമുക്ക് ഗാമ ബൾക്ക് എന്നല്ല ഗാമ വെറ്റ് എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, സാച്ചുറേറ്റഡ്, സബ്മേർജ്ഡ്, വെറ്റ്, ഡ്രൈ. അപ്പോൾ ഈ ഓപ്ഷൻ അല്ല, സാച്ചുറേറ്റഡ്, വെറ്റ്, സബ്മേർജ്ഡ്, ഡ്രൈ, സാച്ചുറേറ്റഡ്, വെറ്റ്, സബ്മേർജ്ഡ്, ഡ്രൈ. അപ്പോൾ ഈ ഓപ്ഷനും അല്ല. പിന്നുള്ളത് സാച്ചുറേറ്റഡ്, വെറ്റ്, ഡ്രൈ, സബ്മേർജ്ഡ്. അപ്പോൾ ഈ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇവിടെ വെറ്റാണ് എന്താണ് നമുക്ക് ബൾക്കിന് പകരം വെറ്റാണ് കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് ഡൗട്ട് വരരുത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. ഏറ്റവും കൂടുതലുള്ളത് സാച്ചുറേറ്റഡ്, ഏറ്റവും കുറവുള്ളത് സബ്മേർജ്ഡ്. ഡിക്രീസിങ് ഓർഡർ ആണ്. ഇൻക്രീസിങ് ഓർഡർ ആയിരുന്നെങ്കിൽ തിരിച്ചു വന്നേനെ. ഓക്കെ, next question number 9. According to Atterbuck, the soil is said to be of medium plasticity if the plasticity index Pi is. Options തന്നിട്ടുണ്ട്. 0 Pi 7, 7 less than or equal to Pi less than or equal to 17, 17 less than Pi less than 27, Pi greater than or equal to 27. അപ്പോൾ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സിൽ നിന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താണ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്? ഒരു സോയിലിൻ്റെ പ്ലാസ്റ്റിസിറ്റിയുടെ ഡിഗ്രി കാണിക്കുന്നതാണ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ലിക്വിഡ് ലിമിറ്റിൽ നിന്നും പ്ലാസ്റ്റിക് ലിമിറ്റ് എന്താണ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്. ആ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് സോയിലിനെ എന്താണ് പ്ലാസ്റ്റിക് ആണോ, മീഡിയം പ്ലാസ്റ്റിക്, ഹൈ പ്ലാസ്റ്റിക്, അങ്ങനെ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അത് വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ടേബിൾ വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ആ ടേബിൾ നമുക്ക് നോക്കാം. അപ്പോൾ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ഉണ്ട്, IP എന്ന് കൊടുക്കാം. പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സും ഉണ്ട്, അതിൻ്റെ വാല്യൂസും ഉണ്ട്, അതിനനുസരിച്ചിട്ടുള്ള സോയിലിൻ്റെ ടൈപ്പും പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് സോയിൽ ആയിരിക്കും? അത് നോൺ പ്ലാസ്റ്റിക് ആണ്. അതിന് പ്ലാസ്റ്റിസിറ്റി ഇല്ല, അത് നോൺ പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സിൻ്റെ വാല്യൂ 7ൽ താഴെയാണ് എങ്കിൽ അതെന്തായിരിക്കും? ലോ പ്ലാസ്റ്റിക് ആയിരിക്കും, ലോ പ്ലാസ്റ്റിക് ആണ്. ഇനി പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 7 to 17 ഇടയ്ക്കാണ് വരുന്നത് എങ്കിൽ അതെന്തായിരിക്കും? മീഡിയം പ്ലാസ്റ്റിക് ആയിരിക്കും, മീഡിയം പ്ലാസ്റ്റിക് ആണ്. നെക്സ്റ്റ് എന്താണ്? വാല്യൂ ഗ്രേറ്റർ ദാൻ 17, 17ൽ കൂടുതലാണ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സിൻ്റെ വാല്യൂ വരുന്നതെങ്കിൽ അതെന്തായിരിക്കും? ഹൈ പ്ലാസ്റ്റിക് ആയിരിക്കും. ഓക്കെ, ഇതാണ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സിൻ്റെ ടേബിൾ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണിത്. ഇത് വെച്ചിട്ടാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഇപ്പം നമ്മളോട് ചോദിച്ചിരുന്ന വാല്യൂ എന്തായിരുന്നു? മീഡിയം പ്ലാസ്റ്റിക്കിൻ്റെ റേഞ്ചാണ് ചോദിച്ചത്. മീഡിയം പ്ലാസ്റ്റിക് ആണെങ്കിൽ അത് 7 to 17 ആണ്. ഹൈ പ്ലാസ്റ്റിക് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? ഗ്രേറ്റർ ദാൻ 17 ആണ്. 0 ആണെങ്കിൽ പ്ലാസ്റ്റിസിറ്റി ഇല്ല സോയിലിന്, നോൺ പ്ലാസ്റ്റിക് ആയിരിക്കും. ലെസ് ദാൻ 7 ആണെങ്കിൽ അത് ലോ പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ ഈ ടേബിൾ പഠിക്കണം. നോക്കാം. അപ്പം മീഡിയം പ്ലാസ്റ്റിസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. മീഡിയം പ്ലാസ്റ്റിസിറ്റിയുടെ വാല്യൂ എത്രയായിരുന്നു? 7 to 17 ഇടയ്ക്കായിരിക്കും പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് എ റേഞ്ച് ഓഫ് സിൽട്ട് സൈസ് പാർട്ടിക്കിൾ അക്കോർഡിംഗ് ടു IS ക്ലാസിഫിക്കേഷൻ? IS ക്ലാസിഫിക്കേഷൻ പ്രകാരം സിൽറ്റിൻ്റെ എന്താണ് സൈസാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രാവൽ, സാൻഡ്, സിൽറ്റ്, ക്ലേ, ഇതിൻ്റെ 4ൻ്റെയും സൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. അതിനുശേഷം സാൻഡിന് 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ആ സൈസും പഠിക്കണം. അപ്പോൾ അത് നോക്കാം നമുക്ക്. ക്ലേയുടെ സൈസ് എത്രയാണ്? ക്ലേയുടെ സൈസ് എന്ന് പറയുന്നത് 2 മൈക്രോൺസിൽ താഴെയാണ് വരുന്നത് എങ്കിൽ അത് ക്ലേയുടെ സൈസ് ആയിരിക്കും. 2 മൈക്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 0.002 mm ആണ് സൈസ്. അതിൽ താഴെ വരുന്ന എല്ലാം എന്തായിരിക്കും? ക്ലേ ആയിരിക്കും. ക്ലേ ഉണ്ട്. സിൽറ്റ്
സിൽറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും സിൽറ്റിൻ്റെ സൈസ് എത്രയായിരിക്കും വരുന്നത്? 2 മൈക്രോൺസ് ടു 75 മൈക്രോൺ വരെ സൈസ് വരുന്നതാണ് സിൽറ്റ് എന്ന് പറയുന്നത്, ക്ലേ സിൽറ്റ്. പിന്നുള്ളത് സാൻഡാണ്. സാൻഡിൻ്റെ സൈസ് വരുന്നത് 75 മൈക്രോൺ ടു 4.75 mm വരെയാണ്. പിന്നുള്ളത് ഗ്രാവലാണ്. ഗ്രാവലിൻ്റെ സൈസ് 4.75 ടു 80 mm. ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഈ 4 സൈസുകൾ പഠിക്കണം. ക്ലേയുടെ സൈസ് സിൽറ്റിൻ്റെ സൈസും വെച്ചിട്ട് ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ക്ലേയുടെ സൈസ് 2 മൈക്രോണിൽ താഴെ വരുന്നതാണ് ക്ലേ എന്ന് പറയുന്നത്. 2 മൈക്രോണിൽ മുകളിലേക്ക് വരുന്നത് സിൽറ്റാണ്. ഓക്കെ, അത് ഈ ഒരുപാട് പ്രാവശ്യം ക്ലേയുടെ സൈസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലേ 2 മൈക്രോണിൽ താഴെയുള്ളതാണ്. മൈക്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0.002 mm ആണ്. ഇവിടെ നമുക്കൊരു 2 ഇനി നമ്മൾ സാൻഡിൻ്റെ കേസ് പറയുമ്പോൾ ഒരു 2 mm വരുന്നുണ്ട്. അപ്പോൾ അത് മാറിപ്പോരുത്, ഇത് 0.002 mm ആണ്. ഇനി സിൽറ്റ് എന്ന് പറയുന്നത് 2 മൈക്രോൺ ടു 75 മൈക്രോൺ ആണ്. സാൻഡ് വരുമ്പോഴത്തേക്കും 75 മൈക്രോൺ ടു 4.75 mm ആണ് സൈസ്. ഗ്രാവൽ വരുമ്പോഴത്തേക്കും 4.75 mm ടു 80 mm ആണ്. അതിന് മുകളിലേക്കുണ്ട് കോബിൾ, ബോൾഡേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിച്ചു വയ്ക്കുക. ഇനി ഇതിനകത്ത് നമുക്കുള്ളത് എന്താണ്? സാൻഡിൻ്റെ സൈസും കൂടെ നമുക്ക് നോക്കാം. സാൻഡ് 3 എണ്ണമാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഏതൊക്കെയാണ്? ഫൈൻ ഉണ്ട്, ഫൈൻ സാൻഡ് ഉണ്ട്, മീഡിയം സാൻഡ് ഉണ്ട്, അതുപോലെ കോഴ്സ് സാൻഡ് ഉണ്ട്. ഫൈൻ സാൻഡ്, മീഡിയം സാൻഡ് ആൻഡ് കോഴ്സ് സാൻഡ് ആണുള്ളത്. ഫൈൻ സാൻഡ് സൈസ്, അപ്പോൾ സാൻഡ് സൈസ് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? 75 മൈക്രോൺ ടു 4.75 mm തുടങ്ങുന്നത്. അപ്പോൾ ഫൈൻ സാൻഡ് ആകുമ്പോൾ ഫൈൻ സാൻഡ് സൈസ് തുടങ്ങുന്നത് 75 മൈക്രോണിലായിരിക്കും. 75 മൈക്രോൺ തൊട്ട് എത്ര വരെയാണ്? 425 മൈക്രോൺ വരെയാണ്. 425 മൈക്രോൺ വരെയാണ്. മീഡിയത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് 425 മൈക്രോൺസ് ടു 2 mm വരെയായിരിക്കും. 2 mm വരെയാണ്. കോഴ്സ് ആകുമ്പോഴത്തേക്കും 2 mm മുതൽ 2 mm വരെയാണ്. mm തൊട്ട് 4.75 mm വരെയാണ്. ഇത്രയും നോട്ട് ചെയ്ത് വയ്ക്കുക. സാൻഡിൻ്റെ സൈസ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് 75 മൈക്രോണിൽ നിന്നായിരിക്കും. ഫൈൻ സാൻഡ് ആകുമ്പോൾ 75 മൈക്രോൺ ടു 425 മൈക്രോൺ ആണ്. മീഡിയം ആകുമ്പോൾ 425 മൈക്രോൺ ടു 2 mm വരെയാണ്. കോഴ്സ് ആകുമ്പോൾ 2 mm ടു 4.75 mm ആണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മളോട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിൽറ്റിൻ്റെ സൈസാണ്. സിൽറ്റിൻ്റെ സൈസാണ് ചോദിച്ചിരുന്നത്. സിൽറ്റിൻ്റെ സൈസ് എന്താണ് അപ്പോൾ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, 0.075 mm. അതായത് 2 മൈക്രോൺസ് ടു 75 മൈക്രോൺ വരെയാണ് എന്തിൻ്റെ സൈസ് വരുന്നത്? സിൽറ്റിൻ്റെ സൈസ് വരുന്നത്. അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.